എന്തൊക്കെ ചെയ്യുന്നത്? ചെരുപ്പ് പൊട്ടി, അത് ഒട്ടിച്ചോണ്ടിരിക്കുക. ഇക്ക വേറെ പുതിയൊരു ചെരുപ്പ് മേടിച്ചൂടെ? ഇത് ഒട്ടിച്ചാൽ 2 മാസം ഇരിക്കും. ഇപ്പോഴും പുതിയ കണക്കല്ലേ ഇരിക്കുന്നത്. നൂറ, എനിക്ക് വിശക്കുന്നു, നമുക്ക് വല്ലതും കഴിക്കാം. കഴിക്കാം. എന്നാ ചായ. ഇക്ക, ഈ ടീഷർട്ട് മൊത്തം കളർ മങ്ങി നരച്ചു പോയില്ലോ. ഒരു പുതിയ ഷർട്ട് മേടിച്ചൂടെ? എനിക്കെന്തിനാ പുതിയ ഡ്രസ്സ്? ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ. അയ്യോ, ഞാൻ റൂമിൽ ഫോൺ വെച്ചേക്കുക. എനിക്ക് അത്യാവശ്യം കോള് വരും, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇക്ക വാ പോവാ. എവിടെ പോവാൻ? ഷോപ്പിങ്ങിന്. ഇക്കാക്ക് ഡ്രസ്സും ചെരുപ്പും ഒക്കെ മേടിക്കണ്ടേ? എനിക്ക് വേണ്ട. എനിക്ക് പുതിയ ഡ്രസ്സും ചെരുപ്പെല്ലാം. ഞാൻ ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ. ഇക്കയുടെ സത്യത്തിൽ പ്രശ്നം എന്തുവാ? ഇക്കയുടെ പ്രശ്നം എന്തുവാ? എന്നോടൊന്ന് പറ. നിനക്കറിയാലോ എൻ്റെ ബിസിനസ് എല്ലാം പോയെന്ന്. ഇപ്പൊ നീയല്ലേ വീട്ടു ചെലവെല്ലാം നോക്കുന്നത്. നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു എനിക്കറിയാം. ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇക്ക, എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മെന്റൽ ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കും. ഇക്ക, പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അതിന്റെ പോംവഴിയെ കുറിച്ച് ചിന്തിക്കുക. ഇക്ക ജോലിക്ക് പോയ സമയത്ത് എനിക്കെല്ലാം കണ്ടും കേട്ട് ചെയ്തു തരത്തില്ലായിരുന്നോ? എൻ്റെ ഡ്രസ്സൊന്ന് ചെറുതായിട്ട് കീറിയാൽ പോലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു തരത്തില്ലായിരുന്നു. പിന്നെ ഇക്ക ഈ ഡ്രസ്സിൽ കാണുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ലേ? ഇത്രയും കളർ മങ്ങിയ ഡ്രസ്സും നരച്ച ഡ്രസ്സ്, എന്നിട്ടും ഇക്ക ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ? എന്നിട്ട് ഞാൻ ഇക്ക ഈ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കൂ? ശരി, എന്നാ ഒരു കാര്യം പറ. ഇക്കാടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇക്ക എന്നെ ഇട്ടിട്ട് പോകുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഞാൻ മാത്രം ഇക്ക ഇട്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇക്ക സമ്പാദിച്ചാലും ഞാൻ സമ്പാദിച്ചാലും അത് നമുക്കുള്ളതാ. നമുക്ക് ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. അപ്പോഴേ ബിസിനസ് നല്ലപോലെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകില്ല. ഇക്കാടെ കണക്ക് ഞാൻ ചോദിക്കാതെ ഇരിക്കത്തില്ല. എനിക്ക് നിറയെ ഡ്രസ്സ് വേണം, കാറ് വേണം, സ്വന്തമായിട്ടൊരു വീട് വേണം, കുറെ ലിസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ശരി, നിനക്ക് എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. സത്യം ചെയ്യുന്ന. ശരി, നമുക്ക് പോവാം.